പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രായോഗിക മലയാളം എന്ന ടെക്സ്റ്റ് ബുക്കാണ് ചർച്ച ചെയ്യുന്നത്. 2ാം സെമസ്റ്റർ UG വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആണ് പ്രായോഗിക മലയാളം. അപ്പോൾ ആ പ്രായോഗിക മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റിലുള്ള മലയാള ശൈലി 3ാം അധ്യായം കുട്ടിക്കൃഷ്ണമാര എന്നുള്ള പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ വരുത്തുന്ന ചില തെറ്റുകൾ, അതായത് ഭാഷയെ എങ്ങനെയാണ് നീട്ടിവലിച്ച് അതിനെ ഓജസ്സും ഗൗരവവും ഇല്ലാതാക്കുന്നത് എന്നതിനെക്കുറിച്ച്, അതേപോലെ ഭാഷയിൽ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് മലയാള ശൈലി എന്നുള്ള കുട്ടിക്കൃഷ്ണമാരാരുടെ ലേഖനം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അധ്യായത്തിൻ്റെ ഡിസ്കഷൻ ഭാഗത്ത് പൗനരുക്ത്യം എന്ന ദോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പൗനരുക്ത്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം തന്നെ മറ്റ് വാക്കുകളിൽ ആവർത്തിക്കുന്ന ദോഷത്തിനാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരേ കാര്യം തന്നെ മറ്റ് വാക്കുകൾ കൊണ്ട് നീട്ടിവലിച്ച് വിവിധ വാക്യങ്ങളായിട്ട് അവതരിപ്പിച്ച് ഭാഷയുടെ ഗൗരവവും ഓജസ്സും ഇല്ലാതെയാക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. മിതം ച സാരം ച വജോഹി വാഗ്മിത, അതായത് കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരുപാട് വലിയ അർത്ഥത്തെ ധ്വനിപ്പിക്കലാണ് യഥാർത്ഥ ഭാഷയുടെ ഓജസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നു. അതിൽ 2ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് മിക്ക ഭാഷകളിലും ഇത്തരം തെറ്റുകൾ സാധാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കാലക്രമം കൊണ്ട് അവധാനപൂർവ്വം ആലോചിച്ചും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞൊക്കെയാണ് ഇത് മാറ്റാൻ പറ്റുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെ ചില എഴുത്തുകാർ ആദ്യകാലത്ത് എങ്ങനെയാണോ എഴുതി തുടങ്ങിയത് അങ്ങനെ തന്നെ അവസാനം വരെ എഴുതുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. മലയാള ഭാഷ എത്രയായാലും അത്രയൊക്കെ നന്നാവൂ എന്നുള്ള ചിന്തി ചില എഴുത്തുകാരിലുണ്ടാവാം. ചിലരാണെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശത്തെയോ മാതൃകയെയോ കൈക്കൊള്ളാൻ താല്പര്യമില്ലാതെ അതൊക്കെ ഒരു ലജ്ജാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിചാരിക്കുന്നവരും ആവാം എന്നാണ് അദ്ദേഹം അതിൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അതായത് പ്രബന്ധരചനയിൽ ഏർപ്പെടുന്ന എഴുത്തുകാരെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം. ഇനി അതിന് ചില ഉദാഹരണങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, ഇവിടെ ഓട്ടെ ഏക്ക് എന്നുള്ള ആ പ്രയോഗങ്ങൾ ആവശ്യമില്ല. കിഴക്കോട്ട് അത്ര മതി, അതേപോലെ മേലോട്ട് അത്ര മതി. അതുപോലെ തന്നെ ചെയ്യിപ്പിക്കുക, കാണിപ്പിക്കുക എന്നിവയ്ക്ക് പകരം ചെയ്യിക്കുക, കാണിക്കുക എന്ന് മതി. അതേപോലെ തന്നെ കുട്ടികൾക്കും കൂടി അറിയാം എന്ന സ്ഥലത്ത് കുട്ടികൾക്കും അറിയാം അല്ലെങ്കിൽ കുട്ടികൾക്കു കൂടി എന്നുള്ളത് അധികമാണ്. അതേപോലെ ഈ 2 വീതം, 10 വീതം, ഇവിടെ ഈ 2 എന്ന് പറഞ്ഞാൽ പിന്നെ വീതം എന്നതിൻ്റെ ആവശ്യമില്ല. 10 വീതം, 2 വീതം എന്ന് മതി. അതേപോലെ ഓരോ വീട് തോറും എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ വീട്ടിലും അത്രയാണ് ആവശ്യമുള്ളൂ. അതേ സമയത്ത് തന്നെ അങ്ങനെ പറയുമ്പോൾ അതേ സമയത്ത് അതേ ആൾ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആ ആൾ തന്നെ അത്ര പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഏറ്റവും കരുണയേറിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കരുണയുള്ള അല്ലെങ്കിൽ കരുണയേറിയ ഇതിലേതെങ്കിലും ഒരു പദം പ്രയോഗിച്ചാൽ മതി. ഏതാണ്ട് 15ഓളം, അപ്പോൾ അവിടെ 15ഓളം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ്ടിൻ്റെ ആവശ്യം ഇല്ല. അതേപോലെ സമയം ഏകദേശം മധ്യാഹ്നത്തോട് അടുത്തു, മധ്യാഹ്നത്തോട് എന്ന് പറയുമ്പോൾ പിന്നെ ഏകദേശത്തിൻ്റെ ആവശ്യം ഇല്ല. അക്ഷരപരിജ്ഞാനം കൊണ്ട് മാത്രം തന്നെ, ഈ മാത്രം തന്നെ രണ്ടും കൂടി ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി. സത്യം പറയേണ്ടത് ആവശ്യമാണ്, ഇവിടെ സത്യം പറയേണ്ടതാണ് എന്ന് മതി. അറിവുള്ളവരോ അഥവാ അറിവില്ലാത്തവരോ ആയ ആളുകൾ, ഇവിടെ അറിവുള്ളവരോ
എന്ന് പറഞ്ഞാൽ പിന്നെ അഥവാ എന്നുള്ള പദത്തിൻ്റെ ആവശ്യം ഇല്ല. ഭാര്യ ആഡംബരപ്രിയയാണ്, എന്നാൽ ഭർത്താവിനാകട്ടെ സമ്പാദ്യം വളരെ കുറവായിരുന്നു. ഇവിടെ എന്നാൽ ആകട്ടെ രണ്ടും കൂടി ആവശ്യമില്ല. അതുപോലെ തന്നെ കാണാറു പതിവുണ്ട്, കാണുക പതിവുണ്ട്, ഉപയോഗിക്കാറുണ്ട് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് കുറച്ചു അക്ഷരങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നവയാണ്. അതായത് കാണാറുണ്ട്, അപ്പം പതിവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഉപയോഗിച്ചിരുന്നു, അത്ര മതി. അതുപോലെ തന്നെ നാസിക ചൂർണപ്പൊടി, അവർ തമ്മിൽ പരസ്പര സംസർഗം, ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ, വിവിധങ്ങളായ പല ദശാസന്ധികൾ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ദോഷം തന്നെയാണ്. അതായത് പൗനരുക്ത്യ ദോഷം ഇതിനൊക്കെ തന്നെ ഉണ്ട്. നാസിക ചൂർണപ്പൊടി, ചൂർണ പൊടി എന്ന് പറയുമ്പോൾ തന്നെ അതേപോലെ തമ്മിൽ പരസ്പരം ഇങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ ഇത്തരം ദോഷങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല. ഒന്നും ഏതെങ്കിലും ഒന്ന് മതി. ഏകശാസനത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അപ്പോൾ തീർച്ചയായും തന്നെ ഏതെങ്കിലും ഒന്ന് മതി. അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങാൻ കാരണം. ആലും കാരണം ഇതിലേതെങ്കിലും ഒന്ന് മതി. എട്ടുകാലി, ഗൗളി മുതലായ ജീവികൾ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ജന്തുക്കളാണ്. ജീവികളും ജന്തുക്കളും ഏതെങ്കിലും ഒന്ന് മതി. ആളുകൾ അയാളെ പുകഴ്ത്താൻ തുടങ്ങി, എന്നാൽ അയാളുടെ ചിന്ത നേരെ മറിച്ചാണ്. നേരെ മറിച്ച് രണ്ടാം വാക്യത്തിൽ ആദ്യം ചേർത്താൽ എന്നാൽ ഒഴിവാക്കാം. നേരെ മറിച്ച് എന്നുള്ളത് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് എന്നാൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഭാഷയിൽ ധാരാളം എന്നാൽ കടന്നു കൂടിയത് ഇംഗ്ലീഷിനെ അനുകരിച്ചാണ് എന്ന് ലേഖകൻ പറയുന്നു. ഇംഗ്ലീഷിൽ ബട്ട് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും മലയാളത്തിൽ എന്നാൽ എന്ന പദം ഉപയോഗിക്കേണ്ടത് ആവശ്യമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാമൻ വിഡ്ഢിയല്ല, എന്നാൽ സമർത്ഥനാകുന്നു. ഇവിടെ എന്നാൽ എന്നതിന് പകരം പിന്നെയോ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ കൃത്യമായിട്ട് കിട്ടും. അടുത്ത് വരുന്നത് പറയാനുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാതെ അതങ്ങനെ ഒരുപാട് അക്ഷരങ്ങളെ വലിച്ചു നീട്ടി പറയുന്ന രീതിയുണ്ട്. ഉദാഹരണമായിട്ട് വലിയ ആന എന്ന് പറയാതെ വലിയതായ ആന എന്ന് വെറുതെ വലിച്ചു നീട്ടി പറയും. അതുപോലെ തന്നെ വിഷയപ്രധാനമായതോ, അവിടെ വിഷയപ്രധാനമോ അത്ര മതി. പിന്നിലുള്ളവയായ, പിന്നിലുള്ള മതി. അതുപോലെ തന്നെയാണ് ഉൾ എന്ന ഖിലധാതുവിൻ്റെ രൂപങ്ങൾ ഒരാവശ്യമില്ലാതെ തലങ്ങും വിലങ്ങും അങ്ങനെ പ്രയോഗിക്കുന്നു. അതിനുള്ള കാരണം, അതിനു കാരണം എന്ന് പറഞ്ഞാൽ മതി. അവിടെ തന്നെ ഖിലധാതു എന്താണ് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും പ്രയോഗമില്ലാത്ത ധാതുക്കളെയാണ് ഖിലധാതുക്കൾ എന്ന് പറയുന്നത്. ഉൾ, അരു, അൽ ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. കാണുവാനുള്ള ശക്തി അവനില്ല, അവന് കാണുവാൻ ശക്തിയില്ല എന്ന് മതി. രാമനുള്ളതും കൃഷ്ണനുള്ളതുമായ സാമർഥ്യം ഗോവിന്ദനില്ല എന്ന് പറയുന്നത് രാമനും കൃഷ്ണനുമുള്ള സാമർഥ്യം എന്ന് ചുരുക്കി പറയാം. അതുപോലെ ഇത്തരത്തിലുള്ളതോ, ഇത്തരത്തിലോ എന്ന് മതി. അടുത്തത് ക്രിസ്തുദേവൻ്റെ ത്യാഗം പാവനമായിട്ടുള്ളതാണ്, പാവനമാണ്. ഹിറ്റ്ലറുടെ ഉദ്ദേശ്യം സാധ്യമായിട്ടുള്ളതല്ല, സാധ്യമല്ല. പാടുള്ളതല്ല എന്നുള്ളതിന് പാടില്ല. ചെയ്യേണ്ടതായിട്ടുള്ളൂ, ചെയ്യേണ്ടു. പുറപ്പെടുന്നതാണ്, പുറപ്പെടും. അങ്ങനെ നമുക്ക് ചുരുക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എനിക്കെൻ്റെ മറ്റു പ്രവർത്തികൾ നിർവഹിക്കേണ്ടതും ഉണ്ടായിരുന്നു, മറ്റു പ്രവർത്തികൾ നിർവഹിക്കേണ്ടിയിരുന്നു നമുക്ക് ചുരുക്കി പറയാനായിട്ട് കഴിയും. യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, ഇന്ത്യയിൽ അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. വർദ്ധിച്ചു വരുന്നു എന്ന് മതി. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ പൊതുവെ നമ്മൾ ഉപയോഗിച്ച് കാണുന്ന ചില തെറ്റുകളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. യാതൊരാളും തന്നെ, ഒട്ടും തന്നെ, ഇവിടെ തന്നെയുടെ ആവശ്യം ഇല്ല. അതേപോലെ ഉണ്ണുന്ന സമയം, ഉറങ്ങുന്ന സമയം, ഉണ്ണുമ്പോൾ ഉറങ്ങുമ്പോൾ എന്ന് മതി. ഇംഗ്ലീഷിൻ്റെ ശരി തർജ്ജമകൾ ഉപയോഗിച്ച് വാക്കുകൾ നീട്ടുന്ന ഒരു പ്രവണതി മലയാളത്തിലുണ്ട്. ആരും എന്നുള്ളതിന് യാതൊരാളും, എങ്ങാനും, എവിടെയെങ്കിലും, തലേന്ന്, തലേ ദിവസം, ഇങ്ങനെ നമ്മൾ നീട്ടി പറയും. കാണാം, കാണാൻ കഴിയും, അങ്ങനെ. വാക്യപൂർത്തിക്ക് ശേഷം എന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് കൂട്ടിച്ചേർക്കുന്ന
പ്രവണതയും നമുക്കുണ്ട്. അതായത് എന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് കൂട്ടിച്ചേർക്കാം. ആശാൻ്റെ നിര്യാണം മലയാള ഭാഷയ്ക്ക് വമ്പിച്ച നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിക്കും അത്രയും നീട്ടി വലിച്ച് പറയേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. ഓരോ അക്ഷരപ്പെരുപ്പും വെവ്വേറെ നോക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഒരു ചെറു പ്രബന്ധത്തിൽ 40ഓ 50ഓ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ വൈകൃതം ഒരു നിസ്സാരമല്ല എന്ന് ലേഖകൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മനിയന്ത്രണത്തോടെ ഭാഷ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ തെറ്റുകളെ ഇത്തരത്തിൽ പെരുകി വരികയുള്ളൂ എന്നുള്ള ഒരു ഉപദേശം കൂടി ലേഖകൻ നമുക്ക് തരുന്നുണ്ട്. ഒരു ഭാഷ അറിയാമെന്ന് പറഞ്ഞാൽ ആ ഭാഷയിലെ പദങ്ങളും അക്ഷരങ്ങളും അറിയുക എന്നുള്ളത് മാത്രമല്ല, ആ ഭാഷ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അറിവ് കൂടിയാണ് അതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേപോലെ ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. അപ്പോൾ ശരിയായ വിധത്തിൽ ഭാഷ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആശയവിനിമയം അവിടെ ഫലപ്രദമാവില്ല എന്നും കൂടി അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ പഴകിയ പ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ മതി എന്നുള്ള നമ്മളുടെ അലംഭാവം ഇതൊക്കെ തെറ്റായ ഭാഷാ പ്രയോഗത്തിന് കാരണമാവുന്നുണ്ട്. ഇത്തരത്തിൽ വരുന്ന തെറ്റുകളെയൊക്കെ ഉദാഹരണ സഹിതം അദ്ദേഹം ഈ ലേഖനത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് പോലും ഈ ലേഖനത്തിൽ നിന്ന് ഉചിതമായ ഭാഷാ പ്രയോഗം മനസ്സിലാക്കാൻ സാധിക്കും. അഗാധമായ മാതൃഭാഷാ സ്നേഹമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രബന്ധ രചനയ്ക്ക് തയ്യാറെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ആ ലേഖനത്തിൽ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത്. കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിമർശനത്തെ ഒരു സർഗാത്മക കലയാക്കി മാറ്റിയ മലയാളത്തിലെ പ്രതിഭ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അതേപോലെ കല കലയ്ക്ക് വേണ്ടി, കല ജീവിതത്തിന് വേണ്ടി എന്ന് 2 വാദങ്ങളുണ്ടായപ്പോൾ കല ജീവിതം തന്നെ എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഭാരത പര്യടനം, ലീല, ഭർതൃഘാതിനിയോ, നമ്മുടെ സംസ്കാരലോപം, വാൽമീകിയുടെ രാമൻ, മുണ്ടക്കൽ സന്ദേശം, ഒരു മുഴുത്ത ചിരി തുടങ്ങി നിരവധി ലേഖനങ്ങൾ മാരാരെ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു MP പോൾ, ജോസഫ് മുണ്ടശ്ശേരി തുടങ്ങിയവർ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ലേഖനത്തെക്കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുക.